ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഇന്നിപ്പോൾ ഇവിടെ ഫ്രൈഡേ ഈവനിങ് ആട്ടോ. അഭിലാഷ് ചേട്ടൻ്റെ വീട്ടിലൊരു ഗ്രില്ലിംഗ് ഡിന്നർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ പോവാണ്. അപ്പം നമുക്ക് പാളിപ്പോയ ബർത്ത്ഡേ പാർട്ടി ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് കേക്കൊന്നുമില്ല. കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കഴിക്കാറേ ഇല്ല. വാങ്ങും, കട്ട് ചെയ്യും, കളയും. അതുകൊണ്ട് അത് വെറുതെ വേസ്റ്റാണ്. അതുകൊണ്ട് ഇത്തവണ ഞാനൊരു മാംഗോ പൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ലക്സിയച്ചിക്ക് ബർത്ത്ഡേ കേക്കിന് പകരമായിട്ട് ഞാൻ കൊടുക്കാൻ പോണത്. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മാംഗോ പൈ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 2 ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ചെറുതായിട്ട് അതിൽ ഇങ്ങനെയുള്ളതുകൊണ്ട്. അപ്പം നീതു, താങ്ക് യു ഫോർ ദ റെസിപ്പി. പോട്ടെ, വണ്ടി പോട്ടെ. ചെറുത് ഉറങ്ങിപ്പോയി. ഇതാ നമ്മളിവിടെ അഭിലാഷൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രീതി വന്നിട്ടുണ്ട്, ആശ്ചേച്ചി വന്നിട്ടുണ്ട്. ആരത്? ബൃന്ദയാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇവരൊക്കെ ബാക്ക് പാറ്റിയോയിൽ കത്തിവെച്ച് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോറ് തുറക്കാൻ കുറച്ച് വൈകിയെങ്കിലും ദാ പുഞ്ചിരിയുമായിട്ട് അഭിലാഷേട്ടൻ വന്ന് ഡോറ് തുറന്നിട്ടുണ്ട്. ദാ ഇവിടെ അഭിലാഷേട്ടൻ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പുറകെ പറയാം. ദാ കിച്ചൺ ഗ്രില്ലിങ്ങിന് വേണ്ടി റെഡി ആയി കഴിഞ്ഞു. പനീർ, ബീഫ്, ചിക്കനോ? ഇത് അഭിലാഷന്റെ റെഗുലർ സാധനം. എന്താ നല്ല കളറ്? ഉടുപ്പോ? ചേച്ചി എന്താ വേണ്ടത്? മിക്സർ വേണോ ബേബിക്ക്? സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ശശിയായി പോയ കാര്യം ഒന്നും കൂടെ ലക്സേച്ചി ഓർമ്മിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ. പ്രീതി എന്താ അടി കുടിക്കണേ? പ്രീതിയുടെയും ബൃന്ദയുടെയും ലക്സേച്ചിയെ വിഷ് ചെയ്യുന്ന വീഡിയോ ഇട്ടാത്തതിന്റെ പണിഷ്മെന്റ് ഉമ്മയാണ്. ഇപ്രാവശ്യം ഉമ്മയിൽ ഒതുക്കുന്നേ ഉള്ളൂ. എന്റെ അമ്മേ, അതെ, ഒന്നും വെന്തിട്ടില്ല മിസ്റ്റർ ഷെഫ്. മിസ്റ്റർ ഷെഫ് അല്ല, നോക്ക് എത്ര വരെ ഷെഫ് നോക്ക്. ആ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ഷെഫ്? മെയിൻ ഷെഫ്. ആ, ഇതൊക്കെ നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അപ്പൊ കംപ്ലീറ്റ്ലി തോയോ ഇത്ര വലിയ പീസസ്? ആ, ഫ്രീസ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ മനസ്സിലായി. നമ്മുടെ കൂട്ടത്തിൽ പ്രീതി മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ. അതുകൊണ്ട് പ്രീതിക്ക് മാത്രം സ്പെഷ്യൽ എയർ ഫ്രയറിൽ ഉണ്ടാക്കുക. ഓ എൻ്റെ അമ്മേ, ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എത്രത്തോളം എക്സ്പ്രസീവ് ആണെന്നുള്ളത്. ഈ ടീംസിൻ്റെ ഒപ്പമുള്ള വീഡിയോസിൽ എഡിറ്റിംഗ് എനിക്ക് നല്ല പണിയാണ്. ഒരൊറ്റ വീഡിയോ ക്ലിപ്പ് പോലും വോയിസ് ഓവർ ഇല്ലാതെ ഇടാൻ പറ്റില്ല. ഒന്നുകിൽ നല്ല അലമ്പായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇടാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമായിരിക്കും ഇതിൽ സംസാരിക്കുക. ഇത് വല്ലതും വോയിസ് ഓവറൊക്കെ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെൻ്റെ ചാനൽ പൂട്ടിക്കെട്ടേണ്ടി വന്നെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ എയറിൽ കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. സോറി.
patio fan. ഈ അലക്സ വിളിക്ക് പുറകിൽ ആശ ചേച്ചിയുടെ ഒരു കമൻട്രി കൂടി ഉണ്ടായിരുന്നു. ഈ അലക്സ ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്തേനേന്ന്. ശരിയല്ലേ, ഇപ്പോൾ ഫാൻ ഇടാനും ലൈറ്റ് ഇടാനും AC-യുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും എല്ലാം അലക്സ വേണം. മനുഷ്യന്മാരെ മടിയന്മാരാക്കുന്ന ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ആ, ഇതിനിടയ്ക്ക് ഇവാൻ എത്രത്തോളം മലയാളം അറിയാമെന്ന് പരീക്ഷിക്കുകയാണ് ഏട്ടൻ. ഈ കുട്ടികൾക്കൊക്കെ മലയാളം നന്നായിട്ട് അറിയാട്ടോ, പക്ഷെ ഇവരാരും സംസാരിക്കില്ല. അതെന്താണാവോ? കഴിഞ്ഞ പ്രാവശ്യം പാളിപ്പോയെങ്കിലും ഇത്തവണ അതങ്ങ് ശരിയായിട്ടോ. ശങ്കുചേട്ടൻ മിസ് ചെയ്തു. നേരത്തെ തന്നെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോയിരുന്നു. ഏട്ടൻ മാംഗോ പൈ കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ സ്ക്രീനിൽ വരുന്നതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. സജു ചേട്ടൻ പറഞ്ഞ പോലെ ദാ എഡിറ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. അതിനുള്ള ഐഡി ഞാൻ പിന്നെ പോയി വാങ്ങിക്കോളാം. ബട്ടർ, ഷുഗർ, പിന്നെ ലെമൺ ജ്യൂസ്, സിനമൺ പൗഡർ. കുറച്ച് ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുണ്ടോ? പക്ഷെ അത് ഇരുന്നത് ഒട്ടിക്കൊള്ളുമായിരിക്കും. ഞങ്ങളുടെ ഇടയിൽ ഈ ഗ്രിൽഡ് പൈനാപ്പിളിന് ആവശ്യക്കാരധികമാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞത് എത്ര ശരിയാണെന്ന് നോക്കൂ. ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞ, എനിക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ കൂടി ഒറ്റ എല്ലാ വോയിസ് ഓവർ ചെയ്യണം. ഒരു സാധന വോയിസ് ഓവർ ചെയ്താൽ പറ്റത്തില്ല. പറ്റത്തില്ല. ഈ ഫോൺ കളയരുത് പ്ലീസ്. ആരും അടിച്ചോണ്ട് പോകരുത്. വൃദ്ധയൊക്കെ ഉറങ്ങി നിൽക്കുന്നു. ഇതാണ് അക്വേറിയം. സിക്ലെറ്റ്സ് ആണത്. എന്തത്? ആഫ്രിക്കൻ സിക്ലെറ്റ്സ് ആണ്. ഇത് പല വെറൈറ്റിയിലുള്ള ആഫ്രിക്കൻ സിക്ലെറ്റ്സ് ആണുള്ളത്. അങ്ങനെ അത് യെല്ലോ ലാബ്, റെഡ് സീബ്ര, ACI. ഇത് പിന്നെ കൂടുതലും ഈ റോക്കിലാണത് എവറി 1 വീക്ക് ഒരു 25%, പിന്നെ ചിലപ്പോ 50%. അപ്പൊ ഗ്ലാസ് ക്ലീൻ ചെയ്യില്ലേ? ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ ബ്രഷ് ഉണ്ട്. ഓക്കെ, ഒരക്കുള്ളൂ. വേറെ കളയാനുള്ള വേറെ ഇതുണ്ട്, ഒരു പമ്പുണ്ട്, അത് വെച്ച് നമ്മൾ കളയാറുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ ഫിൽട്രേഷൻ ഒക്കെ ഞാൻ അടിയില്ല. ഫിൽറ്റർ ഉണ്ട്, പിന്നെ ഹീറ്റർ ഉണ്ട്. ഇത് മൊത്തം ഫിഷും ടാങ്കും ഫിൽറ്ററും എല്ലാം കൂടെ എത്ര എക്സ്പെൻസ് ആയതിന്? ഓൾമോസ്റ്റ് 1500. അത് വലിയ സെറ്റപ്പാണ് ആക്ച്വലി. ടാങ്ക്, ഗ്രാവല്, റോക്ക്, കുറെ സാധനമുണ്ട്. പിന്നെ ഇവിടുത്തെ ഫീഡറോ? ഓട്ടോമാറ്റിക് ഫീഡറാണ്. ഓ ശരി. നമ്മൾ ഫീഡ് ചെയ്യാൻ ഞാൻ മാനുവലായിട്ട് ഫീഡ് ചെയ്യാറുണ്ട്, പക്ഷെ അല്ലാണ്ട് ഇത് ചെയ്യാറുണ്ട്. ഇവർക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്തിടുന്നത് എന്താ, എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അത് കൂടുതൽ നമ്മൾ ഒത്തിരി ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആൽജി വരും, ഒരു ഗ്രീൻ കളറിലുള്ള പായൽ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് മാക്സിമം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് കുഴപ്പമില്ല ലൈറ്റ് ഓഫ് ചെയ്തിട്ട്? കുറച്ച് പേര് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പാല് വരും. ഹീറ്ററുണ്ട്, 78 ഡിഗ്രിയിലാണ് ഹീറ്റ്, 78 ഫാരനാണ് ഹീറ്റ് സെറ്റ് ചെയ്തത്. ഓ, അതാണ് ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ. നമ്മൾ വെള്ളം മാറ്റുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വെള്ളം, ചൂടുള്ള വെള്ളം മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാ ചൂടാക്കുന്ന വെള്ളം? രണ്ട് വേറെ വെളിയിൽ ഞാൻ അത് ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് അത് അവിടെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ട് നോക്കി. എന്റെ അമ്മേ. അപ്പൊ ശരിക്കും തണുപ്പുള്ള സമയത്ത് നമ്മൾ 36
ഫാരനൊക്കെ വരാൻ നേരത്ത് നമ്മൾ 70-ലേക്ക് അറ്റ്ലീസ്റ്റ് 65-70 കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കണം, എന്നിട്ട് അത് നോക്കിയാൽ ഇടാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാം, പാടാണ്, മെനക്കേടാണ്. നമ്മൾ അത് മൺസ് നമ്മൾ അതിലേക്ക് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻസ്. താങ്ക് യു. ഇവരും രാത്രിയാകുമ്പോൾ ഉറങ്ങൂത്രേ. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേ സാധാരണ എണീക്കാറുള്ളൂ. ഇതിപ്പം ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോൾ എണീറ്റ് വന്നതാ പാവങ്ങൾ. ബൈ. എല്ലാവരും ഉറക്കത്തിലാണ്. ഇവിടെ സമയം 1:45 രാത്രി. വൃന്ദ ഉറങ്ങി നിക്കാണ്. ഏട്ട ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിരുന്നു. കണ്ട ഹെയർ ബാൻഡ് കണ്ടേ. എന്റെ ചെരുപ്പാ. അടിപൊളി ചെരുപ്പ്. എന്റെ സോക്സ് ഒക്കെ ഊരി ഇങ്ങോട്ട് ഉരുകെ. എന്റെ ചെരുപ്പ് അടിച്ചു മാറ്റാൻ. ഇത് ഇവിടുന്നായിരുന്നു ഏട്ടാ, എനിക്ക് ഓർമ്മയില്ല. എവിടെയോ ലുലു മോളിൽ എവിടെയോ ഈ ചെരുപ്പ് കൊണ്ടുപോയി കൊടുത്തുവിടണമെന്ന് തോന്നിനി. അങ്ങനെ വിശ്വവിഖ്യാതമായ എൻ്റെ ചെരുപ്പും വൈറലാവാൻ പോകുന്നു. ഏട്ടാ ഇതൊന്ന് പിടിക്കോ. ഏട്ടാ ഹെയർ ബാൻഡ് ഒക്കെ വൈകിട്ട് ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട്. ഗുഡ് മോർണിംഗ് ബേബി. എണീറ്റോ? വിളിച്ചിട്ട് ഉറങ്ങിക്കൊള്ളുമായിരിക്കും. താങ്ക് യു. വിചാരിക്കുന്നുണ്ടാവും ഈ മനുഷ്യരെന്നെ ഈ പാതിരക്ക് തന്നെ വിളിച്ചെണീപ്പിച്ച് അങ്ങോട്ടാ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.